ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളോട് ചെയ്തിട്ടുള്ളത് മുറ്റത്ത് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ. പിന്നെ കുറച്ച് ലഞ്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇവ മദ്രസയ്ക്ക് പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കൽ. അതിനിപ്പോൾ സ്കൂളുള്ള ദിവസമാണെങ്കിൽ പോലും നേരത്തെ കാലത്തൊന്നും ഉണ്ടാക്കില്ല, കാരണം 9:45 ഓൾ പോകുള്ളൂ സ്കൂളിലേക്കാണെങ്കിൽ പോലും. അപ്പോൾ ഓൾ പോയതിന് ശേഷം മദ്രസയിൽ പോയതിന് ശേഷം പോകുമ്പോൾ ഒന്നും കഴിക്കൂല കേട്ടോ, വെറും ചായ മാത്രമേ കുടിക്കുള്ളൂ. അപ്പോൾ ഓൾക്ക് വേണ്ടി മാത്രം ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കും, അത് കൊടുത്തോളം പറഞ്ഞയച്ച് പിന്നെയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കല്. അപ്പോൾ ഇന്ന് തലേ ദിവസം ഞാൻ കുറച്ച് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, കൂട്ടിയൊക്കെ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കലക്കിപ്പാർന്ന് അപ്പം ചുടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ മാവൊക്കെ അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കടല കഴുകി എടുക്കുന്നുണ്ട്, അത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്കുള്ള വലിയുള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പൊടികൾ അങ്ങനെയുള്ളതൊക്കെ ഇട്ടുങ്ങാണ്ട് ഒറ്റ അടിക്കന്നെ അങ്ങ് വേവിച്ചെടുക്കാൻ തൊട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇനിയിപ്പോൾ ആദ്യം കടലക്കറിക്കുള്ള കടല വേവിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഗ്യാസിൽ നിന്ന് ഈ ഗ്യാസിലേക്ക് കുക്കർ മാറ്റി അപ്പുറത്തെ ഗ്യാസിൽ ഞാൻ ചട്ടി വെച്ച് കൊടുക്കാൻ എന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അപ്പം ചുട്ടാൽ കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. ഒരു ദിവസം ഇത് കത്തിച്ചിട്ട് ഞാൻ മറന്നുങ്ങാണ്ട് അപ്പുറം മാറി നിന്നിട്ട് ചട്ടി വല്ലാതെ അങ്ങ് ചൂടായി പോയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ ഇതിൽ അങ്ങനെ അപ്പം ചുട്ടിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട്, ടെസ്റ്റ് ചെയ്യാനല്ല, കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നതായിരുന്നു. അപ്പോഴേക്കും ഇവിടെ ഒരാൾ ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഒക്കെ ഒരു ഗ്ലാസ് ചായ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുടിച്ചിങ്ങാണ്ട് അവിടെ ഇരുന്ന് എന്നോട് ഓരോന്ന് പറയാന്ന്. ഇനി അപ്പൊന്നും വേണ്ട, അയിമ വെക്കല്ലേ, അയിമ വെക്കല്ലേ, പൊട്ടൂന്ന് അറിയില്ലേ? ഇനി വെക്കാം. അങ്ങനെ ഓളോട് അവിടെ വർത്താനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്ന് എൻ്റെ പണികൾ ഇവിടെ അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇന്നാകെ രാവിലെ തന്നെ പിരാന്ത് പിടിപ്പിച്ച പണിയായിട്ടോ കിട്ടിയിട്ടുണ്ടാകുന്നത്. അപ്പം ഫസ്റ്റ് തപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി, പക്ഷെ പിന്നത്തെ അപ്പം ഒന്നും കിട്ടിയില്ല കേട്ടോ. രാവിലെ ഈ അപ്പം ചുട്ടാൽ കിട്ടിയിട്ടില്ലെങ്കിൽ അതിനോളം പിരാന്ത് വേറെ ഒന്നുമില്ല എന്ന് പറയല്. അത്രത്തോളം ദേഷ്യം വരുന്നൊരു കാര്യമാണ്. അന്നത്തെ ആ ഒരു ദിവസേ പോകും എന്ന് പറയല്. കേൾക്കുന്നവർക്ക് നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് ആ ഒരു കാര്യം മനസ്സിലാവുള്ളൂ എന്ന് പറയല്. രാവിലെ മക്കൾ കരഞ്ഞങ്ങാണ്ട് എണീച്ച് വരിക, വാശി പിടിച്ച് കരഞ്ഞങ്ങാണ്ട് എണീച്ച് വരിക. അതുപോലെ രാവിലെ അപ്പം ചുട്ടാൽ കിട്ടാതിരിക്കുക, കറി വെക്കുന്നതൊക്കെ അടിക്ക് പിടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അന്നത്തെ ഒരു ദിവസത്തെ തന്നെ എന്താ പറയുക കളയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു എല്ലാവർക്കും ഓരോന്ന് ചുട്ട് കിട്ടുന്ന ആ ഒരു രീതിയിൽ അങ്ങനെ ആണ് ചുട്ട് അഡ്ജസ്റ്റ് ചെയ്തുങ്ങാണ്ട് എടുത്ത് ബാക്കി മാവ് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. ഇനി ദോശമാവിന് കൂട്ടി വെക്കുമ്പോൾ കൂടി കൂട്ടിങ്ങാണ്ട് അങ്ങ് അരക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കണ്ടില്ലേ ഇതുപോലെ നല്ല രീതിയിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ടാണ് ചുട്ടെടുക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അന്നത്തെ ആ ഒരു തീ അധികമായിട്ട് കത്തിയതിന് ശേഷം പിന്നെ അത് റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് 1-2 തവണയൊക്കെ വലിയ കുഴപ്പമില്ലാതെ എന്നാൽ പറ്റ പെർഫെക്റ്റ് ആയിട്ടല്ല അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെയും ഇത് വീണ്ടും ഇങ്ങനെ തന്നെ ആയത് കാണുമ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം നമ്മൾ ചട്ടി മയക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ച് വെക്കുമല്ലോ, ആ ഒരു രീതിയിലൊന്ന് എണ്ണ ഒഴിച്ച് വെച്ച് വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഈ ഒരു ചട്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ ഞാൻ ചട്ടകം കൊണ്ട് കിട്ടാത്തത് ഇതുപോലെ കത്തി കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ കിട്ടാറുണ്ട്. അതും കീറിയിട്ടും തായിട്ടൊക്കെ തന്നെ കിട്ടിയതൊക്കെ. എന്നാലും ഞാനൊരു 3-4 അപ്പമൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇന്ന് ആകെ എന്താ പറയുക, ഒരു സുഖമില്ലാത്ത മാതിരിയായിപ്പോയി രാവിലെ തന്നെ. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മൾ തളരാൻ പാടില്ല, കാരണം ഇന്ന് ഞാൻ കുറേ എന്താ പറയുക കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അതൊക്കെ മുടങ്ങി പോകും കേട്ടോ ഈ ഒരു കാര്യത്തുമ്പോൾ ഡെസ്പായിരുന്നതിനാൽ. അപ്പോൾ ഇവ അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാനെക്കുട്ടി അവിടെ ഒളിച്ച് നിൽക്കായിരുന്നു കേട്ടോ ഇവ വന്നപ്പോൾ. അപ്പോൾ ഓളെ ഒളിച്ച് നിന്നപ്പോൾ കണ്ടുപിടിച്ചതിൻ്റെ എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അപ്പോൾ ആ ഒരു കാണുന്നത്. അങ്ങനെ
ഓള് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെയാണ് കേട്ടോ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാകുന്നത്. കുറേ ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമായിരുന്നു കേട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങണം മീൻസ് മുറ്റടിക്കാറുണ്ട്, പക്ഷേ മുറ്റത്ത് ഒരു ഏരിയ മാത്രം ഒന്ന് ക്ലീൻ ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് അടുക്കള മൊത്തം നമ്മൾ പാത്രമൊക്കെ കഴുകി ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഈ ഒരു ഭാഗം കിടക്കണുണ്ടല്ലേ, ഈ ഒരു ഭാഗത്ത് നിറയെ പുല്ലും അതുപോലെ റബ്ബറിൻ്റെ ഇലയും വിറകും ഒക്കെ കൂടായിട്ട് കണ്ടില്ല, ഒരു വൃത്തിയില്ലാണ്ട് കിടക്കുമായിരുന്നു. ഇത് ഈ ഒരു മഴക്കാലം ആയത് കാരണമാണ് കേട്ടോ ഇങ്ങനെ പുല്ല് വന്നിട്ടുള്ളത്. നമ്മളുടെ മുറ്റം മണ്ണിട്ട് പുതുക്കിയ മുറ്റാത് കാരണം എത്ര നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞാലും പുല്ല് നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. നമ്മളൊപ്പം നടന്ന് ഡെയിലി എന്ന് പറയും പോലെ പുല്ല് പറിച്ചേണ്ട അവസ്ഥയായിരിക്കും. അപ്പോൾ അവിടെ കുറച്ച് വിറകും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ അത് അന്ന് കൊണ്ടിരുന്നില്ല കേട്ടോ. പിന്നെ അത് പച്ച വിറകുമായിരുന്നു. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണങ്ങിയെന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ വിറകൊക്കെ അവിടുന്ന് ആ ഒരു വിറക് അടുക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ഇനി അത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ചപ്പും പുല്ലും വിറകും ഒക്കെ കൂടെ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എന്തേലും വന്നുങ്ങാണ്ട് ചുരുണ്ട് കൂടി കിടന്നതിനെ നമ്മളാരും അറിയൂല, വിരുന്നുകാരാരെങ്കിലും വന്നുങ്ങാണ്ട് പാർക്കും. അപ്പോൾ പിന്നെ അതെന്തായാലും ഒഴിവാക്കണം എന്നുള്ളത് കുറച്ച് ദിവസമായിട്ട് മനസ്സിലിങ്ങനെ വിചാരിച്ച് വെച്ചിരുന്നതായിരുന്നു. പക്ഷെ അതിനൊന്നും അങ്ങോട്ട് കൂടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഇതിന് നിൽക്കണം എന്നുള്ളത് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതാ വിറക് ഞാൻ കുറച്ചീച്ച ആദ്യം അതിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടിയിട്ടും കൊട്ടിയിട്ടും ഓരോന്നും വലിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അല്ലേ ഒന്നും അറിയൂലല്ലോ. അപ്പോൾ അത്രയും നോക്കിയിട്ടും ഇതാക്കിയിട്ടൊക്കെയാണ് ഞാൻ അവിടുന്ന് വിറകൊക്കെ എടുത്തുങ്ങാണ്ട് കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോൾ അതാ വിറക് മൊത്തത്തിൽ അവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ അതാ നല്ല രീതിയിൽ പുല്ലുണ്ട്, ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചെടുക്കണം. പിന്നെ അവിടുന്ന് ആ ചപ്പൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം. അപ്പോഴാണ് കേട്ടോ എൻ്റെ കണ്ണിലിതാ ഈ ഒരു സാധനം പെട്ടത്. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ ഇതിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഊതി കൊടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഊതി കൊടുത്തു കഴിഞ്ഞാൽ അതിമെന്ന് ആ ഒരു തൂവൽ പോലെ പാറുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ ഊതി കൊടുക്കുക എന്നപ്പോൾ കണ്ടില്ലേ അതിമെന്ന് പാറിപ്പോകുന്നത്. അങ്ങനെ അത് ഊതി നിന്നിട്ട് കാര്യമല്ല, നമുക്ക് ബാക്കിയുള്ള പണികളും കൂടെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുടെ ഇവിടെ റബ്ബർ മുറിച്ചിരുന്ന സമയത്ത് അതിൻ്റെ ചുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്തുകൊണ്ട് അടുക്കി വെച്ചതായിരുന്നു. ഇനി ഒരു റബ്ബറിൻ്റെ മുട്ടിയോ വേരോ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അത് അവിടുന്ന് എടുത്തുങ്ങാണ്ട് അവിടെ കല്ലുമ്മ കൊണ്ടുപോയി കയറ്റി വെച്ചിട്ടോ. എന്നാലും അവിടെ ഒരു എല്ലാതും ഒഴിച്ച് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതവിടെ കൊണ്ടുപോയിങ്ങാണ്ട് അവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വിറക് മൊത്തം അതിന്മേൽ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇനി വിറക് എന്തായാലും പോകില്ല. എന്തായാലും മുറ്റത്തുള്ള വിറകൊക്കെ ഞാൻ മൊത്തത്തിൽ മാറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ കുറച്ച് പുല്ലും അതുപോലെ തന്നെ ഈ വള്ളി ഉണ്ടാലും വള്ളികൾ പടരുമല്ലോ, അങ്ങനെ എന്തിൻ്റെയൊക്കെ വള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നുള്ള വിറകൊക്കെ അങ്ങോട്ട് മാറ്റി ആ വള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ചെടുത്ത് അവിടെ നല്ല ഒരു അരിമുളകും തൈ ഉണ്ട് കേട്ടോ. അപ്പോൾ അരിമുളകും തൈ കൂടി തന്നെ ഒരുപാട് വള്ളിയും കാര്യങ്ങളൊക്കെ എന്തിൻ്റെയൊക്കെ വള്ളിയൊക്കെ ചുറ്റി പടർന്നിട്ടുണ്ടാകുന്നു. അതൊക്കെ അതിൽ വലിച്ചെടുത്തു. പിന്നെ അതിൻ്റെ എന്താ പറയുക ആ പറിച്ചെടുക്കണതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പുല്ലും അതുപോലെ തന്നെ ആ വള്ളിയും കാര്യങ്ങളും എന്തൊക്കെയാണ് കേട്ടോ. അപ്പുറത്ത് മുരിങ്ങ തൈ ഉണ്ട് കേട്ടോ. അതിമ കൂടിയൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു വള്ളി പടർന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലിച്ചെടുത്തുങ്ങാണ്ട് കളഞ്ഞ് ഒരു കോല് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം ആ വള്ളി ഇതൊക്കെ ചപ്പും ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. മൊത്തത്തിൽ അടിച്ചു വാരിയിട്ട് കുറച്ച് അങ്ങനെ കോരി അങ്ങനെ ഓരോ ഭാഗം കുറച്ച് എടുത്ത് അടിച്ചും പിന്നെ അതങ്ങ് കോരിക്കളയും. അങ്ങനെ ചെയ്തിട്ട് പിന്നെ ഈ പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ച് ചെത്തിയെടുക്കേണ്ടത് ചെത്തിയെടുത്തു, കൈക്കോട്ട് കൊണ്ട് ചെത്തിയെടുത്ത് അങ്ങനെയാണ് കേട്ടോ ഞാൻ കുറച്ച് അങ്ങനെ ആക്കിങ്ങാണ്ട് കുറച്ച് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അധികം ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് സ്പീഡ് കൂട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുള്ളത്. ഞാൻ എന്തെങ്കിലും ഒരു പണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ കഴിയുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ ഞാൻ വിചാരിക്കണം എന്ന് പറയില്ലേ, അതുപോലെയാണ്. ഇന്നെന്തായാലും ഇത് വിചാരിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗം മൊത്തത്തിൽ ഇന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടാകുന്നു കേട്ടോ. അത് മൊത്തത്തിൽ ക്ലീനാക്കി കണ്ടുനോക്കുമ്പോൾ എന്തോ ഒരു സമാധാനം. കാരണം ഇതിൻ്റെ ഫസ്റ്റത്തെ എന്താ പറയുക ബിഫോർ നിങ്ങൾ കണ്ടാണല്ലോ, ഇനി ആഫ്റ്റർ റിയാക്ഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് കേട്ടോ. നേരത്തെ കണ്ട ആ ഒരു സ്ഥലമാണ് ഇത് ആരെങ്കിലും പറയുമോ, ഇപ്പം എത്രങ്ങാനും സ്ഥലമാണ് ഇവിടെ നിർത്തിയിട്ട് മൊത്തം ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാതും വിറകൊക്കെ അടുക്കി ചെത്തി കോരി ഇവിടെയൊക്കെ കണ്ടില്ലേ എന്തോരം പുല്ലുണ്ടായിരുന്നതായിരുന്നു, അതൊക്കെ അവിടുന്ന് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കറുകത്തും തയ്യും ഒരു മുരിങ്ങാ തയ്യും അതുപോലെ തന്നെ ഒരു അരിമുളകും തയ്യും ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് പുല്ലിൻ്റെ അടിയിൽ നിന്ന് 2 അരിമുളകും തയ്യും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതും കൂടെ അവിടെ അങ്ങ് കുഴിച്ചിടാമെന്ന് വിചാരിച്ചിട്ടു. കാരണം അരിമുളകൊക്കെ ഈ ഒരു ടൈമിൽ അരിമുളകൊക്കെ നല്ല പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് ഇതായത് കാരണം നല്ല പോലെ അരിമുളക് എല്ലാ തയ്യമ്മയുണ്ട്. അതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ
പിന്നെ നമുക്കങ്ങനെ പച്ചമുളക് വാങ്ങേണ്ട ഒരു ആവശ്യമോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മുറ്റത്തൊക്കെ ഇറങ്ങുമ്പോൾ പണികളെടുക്കുമ്പോൾ വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എനിക്ക് ഏറ്റവും പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടികളും ആൾക്കാരും പോകണുണ്ടില്ല നിങ്ങൾ വീഡിയോയിൽ. അപ്പോൾ ഓലൊക്കെ ഇങ്ങനെ നോക്കൂട്ടോ ട്രൈപോഡ് വെച്ചത് കാണുമ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മടിയാവും. അത് കാരണമാണ് കേട്ടോ ഞാൻ കാര്യമായിട്ട് പുറത്തുനിന്നുള്ള വീഡിയോസൊന്നും എടുക്കാത്തത്. ചിലവർ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലവർ ഇങ്ങനെ കളിയാക്കൂട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മടിയാവലുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ വീഡിയോ കാര്യങ്ങളൊന്നും പുറത്തിറങ്ങുന്ന ടൈമിൽ എടുക്കാത്തത്. വീട്ടിൻ്റെ ഉള്ളിലാകുമ്പോൾ പിന്നെ ആരും കാണൂലല്ലോ, നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ സൗകര്യത്തിന് അങ്ങനെ എടുക്കാമല്ലോ. പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഇത് റബ്ബറിൻ്റെ മറവിൽ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയാണ്ട് എടുത്തു. കളിയാക്കണമല്ലോ കളിയാക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ കുഴിച്ചിട്ടതിന് ശേഷം ഇനിയിപ്പോൾ ദാ ഈ ഒരു കല്ല് ഇവിടെ നടുക്കാണ് കേട്ടോ. ഈ ഒരു നടക്കുന്നതിൻ്റെ നടുക്കാണ്. അപ്പോൾ അത് അവിടുന്ന് ഇവിടെ ഇത് കൊടുന്നിട്ടത് ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പുറത്തായിരുന്നു ഈ കല്ല്, പക്ഷേ അത് കൊടുന്നിട്ടത് ഞാൻ തന്നെയാണ്. ഇപ്പോൾ അത് മഴയൊക്കെ പെയ്താൽ മണ്ണിൽ അതങ്ങോട്ട് ഉറച്ച പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മറിച്ചിട്ടാന്ന് കേട്ടോ. എന്നാൽ പിന്നെ നമ്മളുടെ ഊരക്ക് വല്ലാണ്ട് ഇത് വരില്ല. നമ്മൾ കുമ്പിട്ട് നിങ്ങാണ്ട് ഇങ്ങനത്തെ കല്ലൊക്കെ താങ്ങിയ മറിച്ചിട്ടൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ ഊര് നെട്ടുക കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇങ്ങനെ ഇരുന്നിങ്ങാണ്ട് ഇങ്ങനെ മറിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് വലിയ പ്രയാസം വരില്ല കേട്ടോ. അങ്ങനെ അതൊരു ഭാഗത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു കല്ല് ഇവിടെ കൊടുന്നിട്ടതും ഞാൻ തന്നെയാണ്. അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊടുന്നിട്ടതും ഞാൻ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതാ അപ്പുറത്ത് കിടക്കണ ആ ഒരു കല്ലുണ്ട്, അത് അലാക്കിൻ്റെ കനാന്ന് കേട്ടോ. അത് കണ്ടില്ലേ, അയ്യോ ആ ഒരു മറ്റേ ഇപ്പം ഇന്നസെൻ്റ് അറിയില്ലേ എന്തോ എന്നെ വിളിച്ചു ചോദിച്ചില്ലേ, അതെനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ആ ഒരു കല്ലും ഇപ്പുറത്തെ സൈഡിൽ കൊടുന്നിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ. പക്ഷേ മണ്ണിൽ ഇപ്പോൾ മഴ പെയ്തിട്ട് ഉറച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴൊന്നല്ല കേട്ടോ, കുറേ കൊണ്ട് വന്ന് ഇട്ടിട്ട് അവിടെ. അപ്പോൾ അതിന് എന്താ പറയുക, അവിടുത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊക്കെ ക്ലീനാക്കി. പിന്നെ ഇനിയിപ്പോൾ അതാ ഞാൻ ലഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ മുരിങ്ങാക്കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഉണക്കമീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, പപ്പടവും പൊരിക്കാമെന്ന് വിചാരിച്ചിട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. 2 ദിവസമൊക്കെ അടുപ്പിച്ചിട്ടൊക്കെ നമുക്ക് വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടായിട്ട് വല്ല മന്തിയും ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല മുരിങ്ങ താളിച്ചതും ഉണക്കമീനും അല്ലെങ്കിൽ മറ്റേ മുട്ട പൊരിച്ചതോ ചോറൊക്കെ കൂട്ടി കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു രൂപത്തിലാണ് നമ്മളുടെ ഈ ഒരു ഭാഗം ഇപ്പോൾ കിടക്കുന്നത് കേട്ടോ. ഇനി കുറച്ച് അരിമുളക്, മുരിങ്ങക്കറിക്ക് വേണ്ടിയിട്ടുള്ള അരിമുളക് വറുക്കാൻ വേണ്ടി വന്നതാണ്. അതുമ്പോൾ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഇതിൻ്റെ ഇടയിൽ കൂടി കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെയും പിന്നെ റോട്ടിൽ നമ്മളുടെ മതിലിന് ചാരിയിട്ട് 2-3 തൈയുണ്ട്, അതുമൊന്നും ഒക്കെ കുറച്ച് അരിമുളകും കാര്യങ്ങളും നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചിലരൊക്കെ പറയാറുണ്ട് നമ്മളുടെ ക്ലീനിങ് വീഡിയോ ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് എന്നുള്ളത്, ചിലർക്ക് കുക്കിംഗ് വീഡിയോ ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പോൾ രണ്ടും കൂടെ അങ്ങ് ഇൻക്ലൂഡ് ആക്കിയെങ്ങാണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും മറന്നു പോവില്ല കേട്ടോ. ഇനിയിപ്പോൾ അതാ പാത്രത്തിലേക്ക് ഇടാൻ എന്തടിയും ഈ ഒരു കുരുട്ടിക്കല് സമ്മതിക്കണില്ല കേട്ടോ. പാത്രം എടുത്തുങ്ങാണ്ട് തലീക്കൗത്ത് ചെയ്യുന്നത്. ഓളെയാണ് ഞാൻ കമ്പനിക്ക് വിളിച്ചിരിക്കണത്, നല്ല ബെസ്റ്റ് കമ്പനിയാണ് അറിയില്ലേ. ഇനി ഇതുമെന്ന് ചെറിയ തൈയാണെന്നുണ്ടെങ്കിൽ മുളക് നല്ല വലിപ്പമുള്ള മുളകായിരുന്നു ടൈമെന്ന് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതായത് റോട്ടിൽ നമ്മളുടെ മതിലിന് ചാരിയിട്ടുള്ളൊരു തയ്യാണ്. അപ്പോൾ അതുമൊന്നും നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുക്കള ഭാഗത്ത് അപ്പുറത്ത് വലിയൊരു തൈ ഉണ്ടായിരുന്നു, അതുമൊന്നും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളുടെ ഈ ഒരു റബ്ബർ തൊടുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ ഒരു അരിമുളക്. എന്താണെന്ന് വിചാരിക്കുന്നത് ഈ ഒരു കാന്താരി ഉണ്ടല്ലോ, ഈ ഒരു സാധനമാണ് കേട്ടോ. ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പോൾ 2-3 തയ്യും വന്ന്. ഇനിയിപ്പോൾ അതാ ഉണക്കമീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ചോറിനുള്ള ഞാൻ അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ തിളപ്പിക്കാൻ പറയണത് വേവിക്കാൻ വേണ്ടിയിട്ട് അരിയും വെള്ളം കൂടെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലത്തരെ എന്തത് പറഞ്ഞങ്ങാണ്ട് തെറ്റിച്ചിന് മനസ്സിന്. ഇനിയിപ്പോൾ അതാ മീനും പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഉണക്കമീനും മുരിങ്ങാക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം അത് എന്താ പറയുക, ഒരു പിരിയാൻ പറ്റാത്ത ബന്ധമാണ് ഒരിക്കലും അറിയില്ല, അങ്ങനെയാണ് എനിക്ക് തോന്നാറ് കേട്ടോ. അങ്ങനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ഉണക്കമീനും മുരിങ്ങാക്കറി എന്ന് പറയുന്നത്. അത്രയും ഫേവറേറ്റാണ്. അപ്പോൾ അതവിടെ വേവിക്കാൻ വെച്ചു, പൊരിക്കാൻ വെച്ചു. ചോറ് ഇതവിടെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പപ്പടം കൂടെ പൊരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു പപ്പടം, ഒരു അച്ചാറ്, ഒരു ഉണക്കമീൻ, മുരിങ്ങാക്കറി, വയറ് നിറച്ച് ചോറ് കഴിക്കാൻ വേറെ എന്തെങ്കിലും വേണം. അപ്പോൾ പപ്പടം കൂടെ പൊരിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം അപ്പോഴത്തേക്കും ഞാൻ ആകെ
സൈഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും പണികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകെ സൈഡായിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കുമ്പിട്ട് പിന്നെ നീർന്ന് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഞാൻ അത്രയും പണികൾ എടുത്തില്ലേ, അപ്പോൾ ആ പണികൾ എടുക്കുമ്പോഴൊക്കെ എനിക്ക് കുമ്പിട്ട് നീർന്ന് കഴിഞ്ഞാൽ എനിക്ക് തല ചുറ്റുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കലും കഴിഞ്ഞ് ഫുഡും കഴിച്ചിട്ട് പിന്നെ ഞാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പോയിങ്ങാണ്ട് സൈഡായിട്ടുണ്ടായിരുന്നു. കാരണം ഒക്കെ കൂടെ ഒരു ദിവസം ഇതായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മൊത്തത്തിൽ എവിടെയെങ്കിലും സൈഡായി പോകും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് വേണ്ട വിചാരിച്ചിട്ട് ഉച്ചവരെ പണിയെടുത്തു. പിന്നെ ഞാനവിടെ ഒരു ഭാഗത്ത് പോയിങ്ങാണ്ട് സൈഡായി. അപ്പോൾ അതാ പപ്പടം പൊരിച്ച് ആ ഒരു ചട്ടിയിൽ തന്നെ ചെറിയുള്ളി തൂമിച്ചിങ്ങാണ്ട് ഇതാ മുരിങ്ങാക്കറിയും കൂടെ റെഡിയാക്കിയിട്ട് എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഈ ഒരു വോയിസ് കൊടുക്കാൻ ഞാൻ ചടപടേനെ കേട്ടോ വോയിസ് കൊടുക്കുന്നത്. കാരണം കാക്കുഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയെന്ന്, നമുക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാമെന്ന് കേട്ടോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ വേഗം വേഗം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്